ഒരു ചെറിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലിലെ ഒരു ചെറിയ പ്രശ്നം നിങ്ങളൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റരുത്. വളരെ ചെറിയ പ്രശ്നം ഇതുപോലെ വിവാദമാക്കരുത്. അതല്ല ഉദ്ദേശം. ഇനിയും വലിയ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് കടുത്ത വൈറൽ ഫീവറുമായിട്ട് മരുന്നുകളൊക്കെ കഴിച്ച് നമ്മൾ കോർപ്പറേഷൻ ആദ്യമായിട്ട് BJP പിടിച്ചെടുത്തതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരു സൗഹൃദ സംഭാഷണം നിങ്ങളൊരു വിവാദമാക്കി മാറ്റരുത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ. ഇത് തീരേണ്ട വിധത്തിൽ അങ്ങ് തീർന്നോളും. അത്രേ ഉള്ളൂ. ആണല്ലോ, എനിക്കറിയില്ല. പക്ഷെ ഇത് നിങ്ങൾ അത് തിരിച്ചു കൊണ്ടുപോയിട്ട് കുറച്ചും കൂടെ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും. ആളുകൾക്ക് ജനോപകാരപ്രദമായിട്ടുള്ള, ജനങ്ങൾക്ക് സേവനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ. നിർത്തി അവമാനിക്കുവാണെന്ന്. ഈ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് താങ്കൾ കടുത്ത അതൃപ്തിയിലാണ് എന്നാണ് ഒരുപാട് വാർത്തകൾ. എന്താണ് താങ്കൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടോ? ഈ മേയർ അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നേക്കുന്നത്. അടക്കം പറയുന്നത് മേയർ പദവി കിട്ടാത്തതിന്റെ നിരാശ ഇങ്ങനെയാണോ തീർക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. ഞാൻ ഈ മറ്റുള്ളവർ പറയുന്നതിന് എല്ലാത്തിനും ഉത്തരം ഞാൻ പറയണമെന്ന് നിങ്ങൾ എന്തിനാ ശടിക്കുന്നത്? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് പാർട്ടി നേതൃത്വം പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഒരു മേയറുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. അതിനോടൊപ്പം ഞാൻ നിന്നു. ഞാൻ അന്ന് രാജേഷിന് ഷോൾ അണിയിച്ചു. നിങ്ങൾ കണ്ടതാണല്ലോ. ലഡ്ഡു കൊടുത്തു. ആശാനാഥിനെ ഞാൻ ലഡ്ഡു കൊടുത്തു, മധുരം പങ്കുവെച്ചു. ഞാൻ സന്തോഷമായി. പനിയായതുകൊണ്ട് പ്രതികരിക്കാൻ ശബ്ദമില്ലായിരുന്നത് കൊണ്ട് പ്രതികരിക്കാതെ പോയതാണ്. മേയറിൻ്റെ സത്യപ്രതിജ്ഞ മുഴുവനും കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട സമയമായി. പിന്നെ എനിക്ക് അടുത്തൊരു വീട്ടിൽ പാലുകാച്ചിന് പോകണമായിരുന്നു. എൻ്റെ ഭർത്താവ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാനുള്ള സമയം കണക്കിലെടുത്താണ് ഞാൻ 1:30 മണിയായപ്പം 1:30 മണിക്ക് ഇറങ്ങിയാലേ 2:15 ആകുമ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 1:30 മണിക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഷോൾ അണിയിച്ച് പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയത്. അതും വിവാദമാക്കി നിങ്ങൾ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എല്ലാം വിവാദമാക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് എനിക്ക് സംതൃപ്തിയാണ്. ഞാൻ ഇവിടെ കൗൺസിലറായിട്ട് തന്നെ തുടരും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അവരെ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം. അതെനിക്ക് സത്യസന്ധമായിട്ടും കൃത്യനിർവഹണം വളരെ സന്തോഷമായിട്ടും നിർവഹിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഓഫീസ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരു അതൃപ്തിയും അനിഷ്ടവും ഒന്നും ആരോടും ഇല്ല, നിങ്ങളോടും ഇല്ല. എല്ലാവരോടും സ്നേഹം മാത്രം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.